ഈ കോൺഗ്രിഗേഷൻ അറിയപ്പെട്ടത് എങ്ങനെയാന്ന് വെച്ചാൽ ഇത്തിരി ഒരു കഥയാണ്. കാരണം എൻ്റെ വീട് കൊല്ലമാണ്, കൊല്ലം രൂപതയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഇത് കൊച്ചി രൂപതയിലാണ് ഇവര് സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നത്. 1990 ഓർക്കുക, അന്ന് വണ്ടികളൊക്കെ വളരെ കുറവും ഇതുപോലത്തെ വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത. അപ്പോഴ് നല്ല ദൂരമാണ് നമുക്ക് കൊച്ചി കൊല്ലം തമ്മിൽ. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ കുഞ്ഞിലേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നതാണ് സിസ്റ്റർ ആകണമെന്ന്. അത് ആഗ്രഹം വന്നത് എന്നെ പഠിപ്പിച്ച ഒരു സിസ്റ്ററിനെ കണ്ടിട്ട് ആ സിസ്റ്ററിനെ പോലെ ആകണം, അല്ല സിസ്റ്ററാണ് അല്ലെ ഒരു റിലീജിയസ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നു. ആ സിസ്റ്ററിനെ ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് സിസ്റ്ററിനെ പോലെ സാധാരണ അങ്ങനെയാണല്ലോ നമ്മള്, ഒരാളെ കാണുമ്പോൾ ഒരാൾ ഇഷ്ടമാകുമ്പോൾ അയാളെ പോലെ ആകണമെന്നൊക്കെ തോന്നും. അപ്പൊ അങ്ങനെ ആകണമെന്ന് വന്നു. പക്ഷെ ആ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ ഞാൻ വളർന്നതോടൊപ്പം തന്നെ വളർന്നു വരുന്നുണ്ടായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് സിസ്റ്റർ ആകണമെന്ന് തോന്നി. ഞാനത് അപ്പച്ചനോടും പറഞ്ഞു. എനിക്ക് 2 ആങ്ങളമാരാ ഉള്ളത്, എൻ്റെ മൂത്തത് ഇളയതും. ഞങ്ങൾ 3 മക്കളാണ്. അപ്പൊ ഞാൻ ഒരു മകളാണ്. അപ്പൊ അത് കാരണം തന്നെ എൻ്റെ അപ്പച്ചന് ഒരു വിഷമമായിരുന്നു. അത് പറഞ്ഞപ്പോൾ അപ്പച്ചന് ഒന്നും ആൻസർ തരുന്നില്ല. അപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞു. എനിക്ക് ITI ഇലക്ട്രോണിക്സ് ആണ് കിട്ടിയത്. അതും ഗവൺമെന്റ് ഗേൾസ് ITIയിലാണ് കിട്ടിയത്. അത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അനുഗ്രഹം വേണം. അതൊക്കെ അന്നത്തെ കാലത്തൊക്കെ കിട്ടാനായിട്ട്. അപ്പൊ അവിടെ ചെന്നിട്ടും 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഉള്ളിൽ ഈ ഒരു എനിക്ക് പോണം എന്തോ വേറൊരു ചിന്തയാ. എനിക്ക് ഈശോടത്ത് പോകണം എന്നൊരു ചിന്ത. പക്ഷെ എനിക്ക് എന്താകണം, എന്താണ് സിസ്റ്റർ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. സിസ്റ്റർ ആകണം, എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് പഠിക്കാനായിട്ട് പറ്റുന്നില്ല ഒന്നും. അത് അങ്ങനെ അപ്പച്ചനോട് വീണ്ടും പറഞ്ഞിട്ട് ഒരു രക്ഷയും ഇല്ല. അപ്പൊ അപ്പച്ചന് ഇതുപോലെ ഒരു പെങ്ങളാണുള്ളത്. അപ്പൊ അപ്പച്ചന്റെ പെങ്ങള് പഠിപ്പിച്ചിരുന്നത് വരാപ്പുഴ സ്കൂളിലാണ്, വരാപ്പുഴയിൽ. അപ്പൊ ആന്റിയോട് ഞാൻ അന്ന് ലെറ്ററിൽ എഴുതി ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. എൻ്റെ അപ്പച്ചൻ ഒന്നും പറയുന്നില്ല. ആന്റി സംസാരിച്ചാൽ സമ്മതിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പൊ ആന്റി അപ്പച്ചൻ എഴുതി, അവളുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അത് നടത്തി കൊടുക്കണം. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മളത് ഓർത്ത് വിഷമിക്കേണ്ടി വരും, അതുകൊണ്ട് അത് സഹായിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞു. പിന്നെ അപ്പച്ചൻ യെസും ഒന്നും പറഞ്ഞില്ല, എങ്കിലും ചോദിച്ചപ്പോഴൊക്കെ പൊയ്ക്കോന്ന് പറഞ്ഞു. എൻ്റെ അമ്മച്ചിയാണ് എൻ്റെ കൂടെ. ആന്റിയാണ് ഈ അഡ്രസ്സ് തരുന്നത് ഞങ്ങളുടെ സിസ്റ്റേഴ്സിന്റെ. അപ്പൊ അന്ന് ഈ ആന്റി കോൺഗ്രേഷനിൽ ആന്റി കല്യാണം കഴിച്ചു. ആന്റി വരാപ്പുഴയിലെ ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു. അപ്പൊ ആന്റി ഇന്ന് മരിച്ചുപോയി, ആന്റി ഇല്ല. അപ്പൊ ആന്റി തന്ന ഈ അഡ്രസ്സുമായിട്ട് ഞാനും അമ്മച്ചിയും കൂടി, വഴിയൊന്നും അറിഞ്ഞുകൂടാ, കൊച്ചി അതായത് എറണാകുളം ബസ്സിൽ കയറി ഫോർട്ട് കൊച്ചിയിൽ എത്തുന്നു. 2 അഡ്രസ്സാണ് എൻ്റെ കയ്യിലുള്ളത്. അതായത് ഞങ്ങളുടെ അഡ്രസ്സും ഉണ്ട്, ഞങ്ങളുടെ കോൺഗ്രേഷൻ്റെ അഡ്രസ്സും ഉണ്ട്, നേറ്റിവിറ്റി കോൺഗ്രേഷൻ ഉണ്ട്. ഈ 2 അഡ്രസ്സും ഇത് രണ്ടും കിട്ടിയത് ആന്റിയുടെ മോള് വഴിയാണ്. ഇവര് 2 കോൺഗ്രേഷൻകാരും ആന്റിയുടെ മോളുടെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു, അങ്ങനെ കിട്ടിയതാണ്. അപ്പൊ ഈ അഡ്രസ്സുമായിട്ട് ഞാൻ പോകുക. എൻ്റെ മനസ്സിൽ ഞാൻ ഇതിൽ ഏത് വീട്ടിലാണോ എന്നെ കൊണ്ട് എത്തിക്കുന്നത് അതായിരിക്കും എൻ്റെ ഹൗസ്, എൻ്റെ വീട്. ദൈവം അങ്ങനെ പ്ലാൻ ചെയ്തിരുന്നതാണെന്ന് തോന്നുന്നു. ആദ്യമായിട്ട് കൊണ്ട് എത്തിച്ചത്, അതായത് ഞങ്ങൾ കൊണ്ട് ഈ അഡ്രസ്സ് കാണിക്കുമ്പം പിന്നെ ആ ഒരു കടക്കാരനാണ്. ആ കടക്കാരൻ പറഞ്ഞു, ഈ അഡ്രസ്സ് അറിയാം, അത് ഇതിന്റെ അടുത്ത് തന്നെയാണ് വീടെന്ന് പറഞ്ഞ് അവരത് കാണിച്ചു. അപ്പൊ അവിടോട്ട് കയറുമ്പോൾ തന്നെ എനിക്ക് എന്തോ വല്ലാത്ത, എൻ്റെ ഉള്ളിൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. അപ്പൊ ഞാൻ അപ്പോഴേ തീരുമാനിച്ചു ഇതായിരിക്കും എൻ്റെ വീടെന്ന്. അമ്മച്ചിയാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്, ഒരു മാലാഖയായിട്ട്. ഇന്നും അമ്മച്ചിയുടെ പ്രാർത്ഥനയാണ്. എന്നെ അമ്മച്ചിയുണ്ട്. ഇന്നലെ ഈ കഴിഞ്ഞ ദിവസമാണ് അപ്പച്ചനെ അമ്മച്ചിയും ഞാൻ കണ്ടിട്ട് വന്നത്. അപ്പോൾ ഇവരുടെ പ്രാർത്ഥന എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എന്തായാലും ഈ കോൺഗ്രിഗേഷനിൽ തന്നെ, എൻ്റെ കോൺഗ്രിഗേഷനിൽ ആദ്യമായിട്ട് അവർക്ക്, അതായത് ഇറ്റലിയിൽ നിന്ന് വന്നിട്ട് ഒരു ലാറ്റിൻ, ഞങ്ങളുടെ ലാറ്റിൻ രൂപതയാണ്, ലാറ്റിൻ ഇതാണ്. അപ്പോൾ ലാറ്റിനായിട്ട് ആദ്യമായിട്ട് കോൺഗ്രിഗേഷനിൽ എത്തുന്നത് ഞാനാണ്. പക്ഷേ അപ്പച്ചൻ്റെ ഒരു ആൻസറിന് വേണ്ടി കാത്തിരുന്നുകൊണ്ട് ആ വർഷം അവസാനമായിട്ട് ചെല്ലുന്നത് ഞാനായിരുന്നു. 12 പേരായിരുന്നു. 12ാമത്തെ വൊക്കേഷനായിട്ടാണ് ഞാൻ ചെല്ലുന്നത്. എന്നിരുന്നാലും ആദ്യത്തെ ബാച്ചിൽ തന്നെയായിരുന്നു എൻ്റെ പ്രൊഫഷനും എല്ലാം നടന്നത്. 1995 ഇറ്റലിയിൽ വെച്ചായിരുന്നു എൻ്റെ പ്രൊഫഷൻ. അപ്പൊ ഇതൊക്കെ ഒരു വലിയ ദൈവാനുഗ്രഹമാണ്. കാരണം നമ്മൾ ഇന്നും എന്നെ കാണുന്നവർ, എൻ്റെ നാട്ടിൽ എന്നെ കാണുന്നവർക്കും നീ കന്യാസ്ത്രീ ആയ എന്നാ ചോദിക്കുന്നത്. കാരണം ഞാൻ അങ്ങനെ നടന്നൊരു വ്യക്തിയായിരുന്നു. ഡാൻസ് ആണെങ്കിൽ ഡാൻസ്, പാട്ടിന് പാട്ട്, പിന്നെ ഗൈഡ്സ്, എന്ത് കാര്യത്തിൽ എവിടെയും പോണേ ഉണ്ടാവും, അങ്ങനെയായിരുന്നു. അപ്പൊ ഇപ്പോഴും അച്ഛന്മാര് പോലും, ഒരിക്കലും ഒരു സംഭവം ഉണ്ടായത് ഇതാണ്, ഇറ്റലിയിൽ വെച്ച് എൻ്റെ ഇടവകയിൽ ഒരു അച്ഛൻ വന്നിരുന്നു. ഇറ്റലിയിൽ ഞാൻ സാൻ ജോവാനി റുത്തോണ്ടോ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. പിന്നെ ഒരു കസിൻ അച്ഛനും ഈ അച്ഛനുമായിട്ടാണ് വരുന്നത്. വരുന്നപ്പം അപ്പൊ കസിൻ പറയുന്നുണ്ട് ഞങ്ങൾ ബോണെ കാണാൻ പോവാന്ന് പറഞ്ഞു. പക്ഷെ ഒരിക്കലും ഞാനാണെന്ന് വിചാരിക്കുന്ന ആള്. അപ്പൊ ഞാൻ വാല് തുറന്ന് നോക്കിയപ്പോ ഒരു ബൈജു എന്നാണ് വരുന്നപ്പം, വികാർ ജനറൽ ആണ് നമ്മുടെ കൊല്ലം രൂപതയില. അച്ഛൻ ആദ്യം എന്നോട് ചോദിച്ചു, നീ കന്യാസ്ത്രീ ആയാ എന്നാ ചോദിച്ചത്. അപ്പൊ അത്രയ്ക്ക് ആരും വിശ്വസിച്ചില്ലായിരുന്നു ഞാൻ ആകുമെന്ന്.
പക്ഷെ കർത്താവ് അങ്ങനെയാണല്ലോ നമ്മളെ വിളിക്കുന്നത്. എത്ര അടിച്ചു വിളിച്ച് നടന്നാലും കർത്താവിന് വേണമെങ്കിൽ വിളിച്ചെടുത്തോളും. 30 വർഷമായി അല്ലേ? 30 വർഷം ജൂബിലി കഴിഞ്ഞു. ജൂബിലി ആഘോഷിക്കാൻ പറ്റിയില്ല, കോവിഡ് ആയിരുന്നു. എന്നാലും ഞങ്ങൾ കുറച്ച് ചെറുതായിട്ടൊക്കെ ആഘോഷിച്ചു.